പാചകവാതക സിലിണ്ടർ തീർന്നു. ബുക്ക് ചെയ്ത് ഗ്യാസ് എപ്പോൾ കിട്ടുമെന്ന് കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാകാറുണ്ടോ? പ്രത്യേകിച്ച് വീട്ടിലെ പാചകത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നോക്കുന്ന വീട്ടമ്മമാർക്ക് ഇതൊരു ചെറിയൊരു തലവേദനയല്ല. ഗ്യാസ് സിലിണ്ടറിന്റെ വില കൂടുന്നു. സിലിണ്ടർ തീരാറാവുമ്പോൾ ബുക്കിംഗ് ചെയ്യണം. ചിലപ്പോൾ ഗ്യാസ് കിട്ടാൻ വൈകുകയും ചെയ്യും. പക്ഷെ നമ്മളുടെ അടുക്കളകളിൽ ദിവസവും ബാക്കിയാകുന്ന പച്ചക്കറി അവശിഷ്ടങ്ങളും ഭക്ഷണ മാലിന്യങ്ങളും ഉപയോഗിച്ച് വീട്ടിൽ തന്നെ പാചകത്തിന് ഉപയോഗിക്കാവുന്ന ഗ്യാസ് ഉണ്ടാക്കാൻ കഴിഞ്ഞാലോ? അതും വലിയ കുഴികളൊന്നും എടുക്കാതെ വീട്ടുമുറ്റത്ത് തന്നെ സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു ചെറിയൊരു പ്ലാന്റ് ഉപയോഗിച്ച്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന അത്തരത്തിലുള്ള ഒരു പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് ഈ ബയോഗ്യാസ് പ്ലാന്റ്? നമ്മളുടെ വീടുകളിൽ ദിവസവും ഉണ്ടാകുന്ന പച്ചക്കറി അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ബാക്കി ഭാഗങ്ങൾ തുടങ്ങിയ ജൈവ മാലിന്യങ്ങൾ നേരെ മാലിന്യമായി കളയുന്നതിന് പകരം ഈ ഒരു പ്ലാന്റിൽ നമുക്ക് നിക്ഷേപിക്കാം. പ്ലാന്റിനുള്ളിൽ നടക്കുന്ന ജൈവ പ്രക്രിയയിലൂടെ അതിൽ നിന്ന് ബയോഗ്യാസ് ഉൽപ്പാദിക്കപ്പെടുന്നു. ആ ഗ്യാസ് പാചകത്തിനായി നമുക്ക് ഉപയോഗിക്കാം. അതായത് നമ്മൾ സാധാരണയായി കളയുന്ന ഒരു വസ്തുവിൽ നിന്ന് തന്നെ വീട്ടിലെ ഒരു ചെറിയൊരു ഊർജ സ്രോതസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. വീട്ടമ്മമാർക്ക് ഇതുകൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, അടുക്കളകളിലെ മാലിന്യത്തിന്റെ പ്രശ്നം ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാമെന്നുള്ളതാണ്. പച്ചക്കറി വേസ്റ്റ് വെറുതെ പറമ്പിലോ മറ്റു വലിച്ചെറിയുന്നതിലൂടെ അത് അവിടെ കിടന്ന് ചീഞ്ഞ് നാറാനും അതുപോലെ തന്നെ ഈച്ചയും കൊതുകും ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അതേ ജൈവ മാലിന്യം ശരിയായ രീതിയിൽ ബയോഗ്യാസ് പ്ലാന്റിൽ ഉപയോഗിച്ചാൽ അതിൽ നിന്ന് ഗ്യാസ് ഉണ്ടാക്കിയെടുക്കാം. രണ്ടാമത്തെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, LPGയുടെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഉദാഹരണത്തിന് സാധാരണ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ, ചായ ഉണ്ടാക്കാൻ, അതുപോലെ ചെറിയ ചെറിയ പാചകങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഈ ഒരു ബയോഗ്യാസ് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ സിലിണ്ടർ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. മാലിന്യം കുറയ്ക്കുകയും ഗ്യാസ് ഉപയോഗം കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് നമ്മളുടെ സാധാരണ വീടുകളിലും ഒക്കെ ഇത് എവിടെ വേണമെങ്കിലും ഇത് സ്ഥാപിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത തന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ ബയോഗ്യാസ് പ്ലാന്റുകൾ പോലെ വലിയൊരു കുഴിയൊന്നും എടുത്ത് ഇതിനു വേണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. പണ്ട് കാലത്തൊക്കെ വലിയ കുഴികളൊക്കെ ഉണ്ടാക്കി സിമെന്റിലൊക്കെയാണ് നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളൊന്നുമല്ല. ഇതൊരു പോർട്ടബിൾ മോഡലുകളാണ്. അതായത് വീട്ടുമുറ്റത്തോ അനുയോജ്യമായ മറ്റൊരു സ്ഥലത്തോ സ്ഥാപിക്കാൻ കഴിയുന്ന ചെറിയ രീതിയിലുള്ള ഈ ഒരു യൂണിറ്റുകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വീട്ടിൽ സ്ഥാപിക്കുന്നതിന് മുമ്പ് നിർമ്മാതാവിന്റെ നിർദ്ദേശങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും ഒക്കെ കൃത്യമായി പാലിക്കണം. ഗ്യാസ് ആയതുകൊണ്ട് തന്നെ അത് ശരിയായ ഇൻസ്റ്റാളേഷനും വെന്റിലേഷനും ഗ്യാസ് ലീക്കിങ്ങും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അവയൊക്കെ കൃത്യമാണെന്നും ഉറപ്പാക്കാൻ വളരെ ഒരു പ്രാധാന്യം. അതുകൊണ്ട് ഇത് കൃത്യമായി ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് വേണം നമ്മളത് സെറ്റ് ചെയ്യാൻ വേണ്ടി. ഇതിൽ നിന്ന് കിട്ടുന്ന ഗ്യാസ് കൊണ്ട് എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ പ്ലാന്റിന്റെയും വലിപ്പവും ദിവസവും നൽകുന്ന ജൈവ മാലിന്യങ്ങളുടെ അളവിനെ ആശ്രയിച്ചിരിക്കും അതിൽ നിന്ന് കിട്ടുന്ന ഗ്യാസിന്റെ അളവ്. നമുക്ക് ചെറിയ പോർട്ടബിൾ യൂണിറ്റുകളിൽ നിന്ന് വലിയൊരു വീട്ടിലെ മുഴുവൻ പാചക ആവശ്യങ്ങൾ നിറവേറ്റാമെന്നൊന്നും നിങ്ങൾ കരുതരുത്. പക്ഷെ ആവശ്യത്തിന് ബയോഗ്യാസ് ലഭിക്കുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ ഒരു ചെറിയ പാചക ആവശ്യങ്ങൾക്ക് ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ LPGക്ക് ഒരു അധിക സഹായവുമായി ഇത് ഉപയോഗിക്കാം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എവിടെ നിന്ന് ലഭിക്കും എന്നുള്ളതാണ്. ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ നിരവധി ഇതുപോലത്തെ കമ്പനികൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബയോഗ്യാസ് പ്ലാന്റുകളൊക്കെ നിരവധി എണ്ണം അതിനകത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഓൺലൈനിലൂടെ പോയി വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്വന്തം പഞ്ചായത്ത് ഓഫീസിലോ കൃഷിഭവനിലോ അന്വേഷിക്കുക. നിങ്ങളുടെ പ്രദേശത്ത് ബയോഗ്യാസ് പ്ലാന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സർക്കാർ പദ്ധതിയോ സബ്സിഡിയോ കിട്ടുന്നുണ്ടോ എന്ന്, അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിന്റെ പദ്ധതി നിലവിലുണ്ടോ എന്ന് ചോദിച്ചറിയുക. ചില പ്രദേശങ്ങളിൽ ഇത്തരം പദ്ധതികൾ വഴി സഹായം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യം തന്നെ വാർഡ് മെമ്പറോടോ പഞ്ചായത്ത് ഓഫീസിലോ കൃഷിഭവനിലോ ഇതിനെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി അന്വേഷിക്കുക. പദ്ധതി ലഭ്യമാണെന്നുണ്ടെങ്കിൽ സാധാരണ പ്ലാന്റ് വാങ്ങുന്നതിനേക്കാൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ഈ ഒരു ബയോഗ്യാസ് പ്ലാന്റ് നിങ്ങളുടെ വീടുകളിൽ സ്ഥാപിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മളുടെ പ്രദേശങ്ങളിൽ, ഞങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ ഗവൺമെന്റ് പദ്ധതിയുണ്ട്, സബ്സിഡി കിട്ടുന്നുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക്. വീടുകളിൽ സ്ഥാപിക്കാൻ വേണ്ടി അവർ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് എല്ലായിടത്തും ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രദേശത്ത് ഇത് നിലവിലുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞത്. പിന്നെ ഓൺലൈനായിട്ട് ഇത് വാങ്ങാനുള്ള ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. നിങ്ങൾ അത് കയറി ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്ത് വിവരങ്ങൾ അന്വേഷിച്ചതിന് മാത്രമേ വാങ്ങാവുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിന് ആൾക്കാർക്ക് ഡീറ്റെയിൽ തരുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അവർ കയറി അതിന്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക.
ഇത് കേരളത്തിൽ തന്നെ ഉള്ളവരാണ്. അവർ വീട്ടിൽ വന്ന് ഇത് സ്ഥാപിച്ച് അതിന്റെ പ്രവർത്തനം എല്ലാം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു പോകുന്നതായിരിക്കും. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുക. അതുപോലെ തന്നെ സബ്സിഡി കാര്യങ്ങളും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ ബയോഗ്യാസ് പ്ലാന്റ് കൊണ്ട് മറ്റൊരു ഗുണം കൂടിയുണ്ട്. ബയോഗ്യാസ് പ്ലാന്റിൽ ജൈവമാലിന്യം സംസ്കരിച്ചതിന് ശേഷം ലഭിക്കുന്ന സ്ലറി അത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ കൃഷിയിൽ ജൈവവളമായി ഉപയോഗിക്കാമെന്നുള്ളതാണ്. അടുക്കളയിലെ വേസ്റ്റ് ബയോഗ്യാസ് പാചകത്തിനായിട്ടുള്ള ഊർജം നമുക്ക് നൽകുമ്പോൾ കൃഷിക്ക് ഉപയോഗിക്കാവുന്ന വളവും ഇതിലൂടെ ലഭിക്കുമെന്നുള്ളതാണ്. ഇതൊരു നല്ലൊരു ചോയ്സ് ആണ്. അതായത് 3 രീതിയിൽ ഈ ബയോഗ്യാസ് പ്ലാന്റ് കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ട്. ഒന്ന്, അടുക്കളയിലെ മാലിന്യം നമുക്ക് ഒഴിവായി കിട്ടുന്നു. വേസ്റ്റ് ചുമ്മാ വലിച്ചെറിയാതെ ഇതിലൂടെ നമുക്ക് ഗ്യാസ് ലഭിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് വളവും ലഭിക്കും. അപ്പോൾ ഇതൊരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ പ്രദേശങ്ങളിൽ ഇത് ലഭ്യമാണോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക. പഞ്ചായത്തുകളിൽ ഇതിന്റെ സബ്സിഡി കാര്യങ്ങളൊക്കെ ലഭ്യമാണ്. ഈ ഒരു പദ്ധതി നിങ്ങളുടെ അവിടെ പ്രദേശത്തുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം ഇനി ഇതൊന്നും കിട്ടുന്നില്ലെങ്കിൽ മാത്രം ഞാൻ ഈ തന്നിരിക്കുന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് അല്ലാതെ നിങ്ങൾക്ക് ഇത് വെക്കാൻ പറ്റുന്നതാണ്. ആമസോണിലൂടെ വേണമെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ആമസോണിൽ നിന്ന് അതിന്റെ നമ്പറുണ്ട്. ആ നമ്പർ എടുത്ത് നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെയുള്ളവരാണ്. അവർ ഡയറക്റ്റ് നിങ്ങളെ തിരിച്ചു വിളിച്ച് ഇതിന്റെ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള എല്ലാ പരിപാടികളും അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും. ബൈ.